ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നും കുറച്ച് വേസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കുറച്ച് സീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഞാനൊരു വാൾ ഹാങ്ങിങ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടും. അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടായിട്ട് ചെയ്തത്. ഇത് ഒരു 9 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ഞാനൊരു 11 തരം സീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ വാൾ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം കാർഡ്ബോർഡിൻ്റെ പീസസ് ആണ്. അപ്പോൾ ഞാനൊരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ സ്ട്രിപ്സ് ആക്കിയിട്ട് ഞാനൊരു 4 പീസും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ കാർഡ്ബോർഡ് പീസിൻ്റെ മേലെയുള്ള ആ ഒരു പേപ്പർ ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിന് നല്ലൊരു ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ ഫെവിക്കോളും പിന്നെ അതുപോലെ 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പേഴ്സാണ്. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ആ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ടിഷ്യൂ പേപ്പർ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മൾ ഈ കാർഡ്ബോർഡിൽ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു ലെയറായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് തീരെ ഗ്യാപ്പില്ലാതെ നന്നായിട്ടൊന്ന് കാർഡ്ബോർഡിനെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു ഫെവിക്കോൾ വെള്ളം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ്ചറില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബോർഡ് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രിപ്സ് ഇല്ലേ കാർഡ്ബോർഡിൻ്റെ അതിൻ്റെ ഓരോ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ അതിന് ആ ഒരു ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 പീസിൻ്റെയും സൈഡിൽ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് വെച്ച് നോക്കി 4 ഭാഗം. എന്നിട്ട് ഞാനത് കറക്റ്റ് ആയതിന് ശേഷം ആ ഒരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ പീസിൻ്റെ മേലെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിങ്ങനെ പൊളിഞ്ഞു പോകുമല്ലോ. അപ്പം അതിൻ്റെ 4 സൈഡിലൊന്ന് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ടില്ലേ, അപ്പോൾ അത് 2 പീസിൻ്റെ ആ ഒരു ചെരിച്ച ഭാഗം നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആവണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് വൃത്തിയായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഫോട്ടോ ഫ്രെയിമൊക്കെ പോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡിൽ ജോയിൻ്റ് നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സൈഡിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഒട്ടിച്ച ആ ഒരു പീസിന് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞില്ല, ഇനി അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് കീറിപ്പോവും. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി. എന്നിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ പെയിൻ്റൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ ആ ഒരു ബ്ലാക്ക് കളർ ഒരു ഫിനിഷിങ് കാണുന്നില്ല. കാരണം ഒരു ചുളിവുകളൊക്കെ ഉള്ള ടിഷ്യൂ പേപ്പറും ഡിസൈനൊക്കെ ഉള്ള ടിഷ്യൂ പേപ്പറാണല്ലോ, ഒരു വൃത്തി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കോപ്പർ കളർ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തിയായിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണല്ലോ, ഒന്നൊരു പെയിൻറ്റിങ് ഒന്നും ഇല്ലാതെ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഈ കോപ്പർ കളർ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു വുഡൻ എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് എനിക്ക് തോന്നുന്ന ഒരു പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ പെയിൻറ്റ് അടിക്കാൻ നിന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫ്രെയിം ഉണ്ടാക്കാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും നോക്കാതെ ജസ്റ്റ് അങ്ങനെ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ചില ഭാഗത്തൊക്കെ വീതി കൂടിയും കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 4 സൈഡിലുള്ള പീസസും ഒരേ വീതിയാണെങ്കിലാണ് കറക്റ്റ് ആ ഒരു ഭംഗിയും. അതുപോലെ നമ്മൾ ആ ഒരു സൈഡ് കണ്ടില്ലേ, നമ്മൾ സൈഡ് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ആവുന്ന സമയത്തൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇൻ്റർലോക്ക് പോലെ മാച്ച് ചെയ്ത് കിട്ടലും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വീതി വരുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഞാൻ ആദ്യം ഈ ഫ്ലവേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതിനേക്കാൾ ഒരു വാൾ ഡെക്കർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നുണ്ടായതാണ് ഞാൻ കാർഡ്ബോർഡൊക്കെ എടുത്തിട്ട് ഒരു ഫ്രെയിമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഫിനിഷിങ്ങിലൊക്കെ കുറവുണ്ട്. അങ്ങനെ നമ്മൾ ബോർഡ് പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ അതിന് ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത് കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ ഓരോ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗണ്ണാണ് നല്ലത്. ഫെവിക്കോളാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് കുറച്ച് വലിയ ഫ്ലവറും ചെറിയ ഫ്ലവറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യമേ ഇങ്ങനൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി. ചില ഫ്ലവേഴ്സൊക്കെ നല്ല വലിയ ഫ്ലവേഴ്സുമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫ്രെയിം അല്ല. ഫ്രെയിം കുറച്ച് ചെറുതും ഒരുപാട് വലിയ വലിയ ഫ്ലവേഴ്സും ആയിപ്പോയി. നല്ല വലിയൊരു ഫ്രെയിം ആണെങ്കിൽ എനിക്ക് തോന്നുക കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് മേലെ, വലിയ ഫ്ലവേഴ്സൊക്കെ താഴെ, അങ്ങനെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. എനിക്കാകുന്ന പോലെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഏകദേശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ ഒരു സ്റ്റെമ്മ് വേണ്ടേ. അപ്പോൾ ഞാൻ അതിന് ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ചുരുട്ടിയൊക്കെ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ഫെവിക്കോൾ ആ ഒരു ജൂട്ട് ത്രെഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കുമ്പോൾ ആ ഒരു തിന്നായിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ. സാധാരണ ജൂട്ട് ത്രെഡിന് ഒരു നൂല് പോലെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു തിന്നായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ത്രെഡ് നമുക്ക് ആ ഒരു ബോർഡിൽ ഒട്ടിക്കാൻ ജസ്റ്റ് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒരുപാട് എല്ലാ പൂവിനും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണമെന്നൊന്നുമില്ല. കുറേ ഫ്ലവേഴ്സിനൊക്കെ ജസ്റ്റ് അങ്ങനെ സ്റ്റെമ്മ പോലെയൊക്കെ ഒന്ന് കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുക. നമുക്ക് കുറച്ചും കൂടെ വലിയ ബോർഡായിരുന്നെങ്കിൽ പൂക്കളൊക്കെ ഒന്ന് വിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഈ ത്രെഡൊക്കെ ഇങ്ങനെ വളച്ചും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു വള്ളിയൊക്കെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ എനിക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഇങ്ങനെയുള്ള ഈ ഒരു ത്രെഡിനേക്കാളും നല്ലത് ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചെടുത്താൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭംഗിയുണ്ടാവുമെന്ന്. ചെടിയുടെ ഒക്കെ ഉണ്ടാവുമല്ലോ ഉണങ്ങിയ നേരിയ കമ്പ്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും ആ ഒരു ത്രെഡിനേക്കാളും എനിക്ക് തോന്നുക. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിത് ഇപ്പോൾ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ത്രെഡിന് ചുറ്റും ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സീഡ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്, ഒരു ലീഫിൻ്റെ ആ ഒരു മോഡലിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ മസ്ക് മെലൻ്റെ സീഡ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സൈഡ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ ആ ഒരു ത്രെഡിന് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ലീഫിൻ്റെ ആ ഒരു ഇതിൽ വരും. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല തിന്നായിട്ടുള്ള ഒരു സീഡ്സ് ആണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. തീരെ ഭംഗിയില്ലെങ്കിൽ അത് പറിച്ച് കളയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ഇത്. അപ്പോൾ ഇനി അതുപോലെ ഞാൻ 1-2 കൂടെ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ വേറൊരു ത്രെഡിൽ ജസ്റ്റ് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇപ്രാവശ്യം ഞാൻ മത്തൻ്റെ സീഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു വീതി ഉള്ളതാണല്ലോ. അപ്പോൾ ഞാൻ അതിന് ആ ഒരു മത്തൻ്റെ സീഡിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം പുറത്തോട്ടാകുന്ന രീതിയിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ആ ഒരു ഫ്ലവേഴ്സിന് നമ്മൾ ആ സെയിം മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിനും അവിടെ ഒരു ലീഫ് ചെയ്തു, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതും. പിന്നെ ഞാൻ ഒന്നും കൂടെ ചെയ്യാണ്, അത് മസ്ക് മെലൻ്റെ സീഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. അത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ കാരണം ആ ഒരു ഇപ്പം നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തു എന്നല്ലാതെ അതിനൊരു ലീഫായിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഫ്ലവർ പോലെയും ഒരു ബഞ്ചസ് പോലെയും അതുപോലെ ലീഫായിട്ടൊക്കെ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ ആ ഒരു ലീഫ് ചെയ്തപ്പോഴാണ് ആ ഒരു ഫ്ലവേഴ്സ് തന്നെ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലായിരുന്നു, കുറച്ച് അവിടെ ഇവിടെയും പല ടൈപ്പ് ഫ്ലവേഴ്സ് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ലീഫ് ചെയ്തപ്പോൾ കുറച്ച് നല്ല ഫ്ലവേഴ്സിന് തന്നെ കുറച്ചൊരു ഭംഗി കൂടിയ പോലെ തോന്നുന്നുണ്ട്. ചെയ്തിട്ട് നല്ല ഭംഗിയായി തോന്നിയപ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ അടുത്തടുത്തും അതുപോലെ വിട്ടൊക്കെ ഇങ്ങനെ ലീഫ് പോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മത്തൻ്റെ ഒരു സൈഡായിരിക്കും ഭംഗി. അപ്പോൾ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അല്ലാതെ ഈ ഒരു മസ്ക് മെലൻ്റെ സൈഡ് യൂസ് ചെയ്യുമ്പം നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഒരു ലീഫ് പോലെ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. അതിനുശേഷം ഞാൻ കുറച്ച് ലീഫൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസില്ലേ, അപ്പോൾ അതിൻ്റെ മേലുള്ള ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ട് 3ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ 2 സൈഡിൽ നിന്ന് ചെറുതായി കേർവ്ഡായിട്ടൊന്ന് വളച്ചു കൊടുക്കുകയാണ്. ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, ചെറിയൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ.
എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ ആ ഒരു പേപ്പർ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 3 ലീഫായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 3 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അങ്ങനത്തെ ലീഫാണ് ഞാനിവിടെ കൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു സീഡിൻ്റെ ഫ്ലവറും അതുപോലെ ഇത് ചിക്കുൻ്റെ സീഡിൻ്റെ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ എവിടെ വെച്ച് നോക്കിയിട്ടും എനിക്കൊരു മാച്ച് ആവാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് സ്റ്റിക്ക് ചെയ്യുന്നില്ല. കാരണം ചിക്കു സീഡ് ഫ്ലവർ എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്കാണല്ലോ. അപ്പോൾ അത് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് തീരെ മാച്ച് ആവുന്നില്ല. ഇവിടെ പുളിങ്കുരുൻ്റെ ആ ഒരു സീഡ് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഒരു അട്രാക്ഷൻ ഇല്ലാത്ത പോലെ. അപ്പോൾ ഞാൻ വിചാരിക്കുക ഏതെങ്കിലും ഒരു മെറ്റാലിക് കളറൊന്ന് നമുക്ക് ഷെയ്ഡ് കൊടുത്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം സിൽവർ കളർ എടുത്തിട്ടാണ് ഒന്ന് ഷെയ്ഡ് കൊടുത്ത് നോക്കിയത്. പക്ഷേ സിൽവർ കൊടുത്തപ്പോൾ എനിക്കൊരു ഭംഗി തോന്നുന്നില്ല. ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച പോലെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കോപ്പർ കളർ എന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോപ്പർ കളർ അടിച്ചു കൊടുത്തപ്പം കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. നമ്മളാ ഒരു ബോർഡറിന് കാർഡ്ബോർഡിൻ്റെ ഒരു ബോർഡറിനൊക്കെ കൊടുത്തല്ലോ, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്കിനൊക്കെ കൊടുത്തപ്പോൾ ചെറിയൊരു മാച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പുളിങ്കുരുവിൻ്റെ ആ ഒരു ഫ്ലവറിനും അതുപോലെ ഡേറ്റ്സിൻ്റെ ആ ഒരു ഫ്ലവറിനും ഒക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്ലവേഴ്സിനൊക്കെ വേറെ കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ബ്ലൂ, റെഡ്, അങ്ങനെ യെല്ലോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കളേഴ്സൊന്നും കൊടുക്കുന്നില്ല. എനിക്ക് ആ ഒരു നാച്ചുറൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിനും പെയിൻ്റൊന്നും കൊടുക്കാത്തത്. അപ്പോൾ ഈ വാട്ടർമെലൻ്റെ ഫ്ലവറിനും അതുപോലെ ഡേറ്റ്സിൻ്റെയും പുളിങ്കുരുൻ്റെയും ഈ 3 കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ ഈ കോപ്പർ കൊണ്ടൊന്ന് ടച്ച് ചെയ്യുന്നത്. അല്ലാതെ മസ്ക് മെലൻ്റെതിനും അത് പംകിൻ സീഡ്സിനും ഒന്നും ഞാൻ പെയിൻറ്റിങ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം അതൊക്കെ ലൈറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു അട്രാക്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൂവിൻ്റെ നടുക്ക് ചെയ്തിട്ടുള്ള ഈ ഗ്രേപ്സിൻ്റെ സീഡ്, ഓറഞ്ചിൻ്റെ സീഡൊക്കെ ഇല്ലേ, അതിനൊക്കെ വേണമെങ്കിൽ യെല്ലോ കളറൊക്കെ വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ലീഫ് പോലെ ചെയ്തിട്ടുള്ള ഈ കുക്കുംബറിൻ്റെ പംകിൻ്റെ ആ ഒരു ഇതിനൊക്കെ ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം, ഒരു ലീഫിൻ്റെ ഇതിലൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഇനി ഒരു കോട്ട് ക്ലിയർ വാർണിഷ് അടിച്ച് കൊടുക്കണം. വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും, ചീത്തയായി പോവുകയില്ല. അതുപോലെ നമുക്ക് പൊടിയൊക്കെ പറ്റിക്കഴിഞ്ഞാലും നനച്ച് തുടച്ചാലൊന്നും ഒന്നും സംഭവിക്കില്ല. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാർണിഷ് അടിച്ച് കാണിക്കാത്തത്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. അതുപോലെ എൻസ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. ഒരുപാട് പേര് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യാത്തത്. നെക്സ്റ്റ് വീഡിയോ മുതൽ കുറേശ്ശെ ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം. ആരും പിണങ്ങരുതേ. അപ്പോൾ ഇനിയും നിങ്ങൾ പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റയുടെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാം ക്രാഫ്റ്റ് തന്നെയാണ് പേര്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.